പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം ഷഷ്ടോധ്യായ. ശ്രീശുകോവാച വിരൂപ കേതുമാം ശംഭു അംബരീഷസുതാസ്ത്രയ വിരൂപാൽപൃഷദശോവുൽ തൽപുത്രസ്തുരധീതര. അംബരീഷസുത, അംബരീഷിൻ്റെ പുത്രന്മാരായിട്ട് വിരൂപ, കേതുമാൻ, ശംഭു എന്നുപേരുള്ള 3 പേര് ഉണ്ടായി. ഈ വിരൂപനിൽ നിന്ന് വിഷദശ്വനും തൽപുത്രത്തു, വിഷദശ്വന്റെ പുത്രനായിട്ട് രഥീധരനും അഭൂൽ ഉണ്ടായി. രഥീധരസ്യ പ്രജസ്യ ഭാര്യായാം തന്തവേർത്ഥിത അംഗിരാജനയാമാസ ബ്രഹ്മവർച്ചസ്വിന സുതൻ. അപ്രജസ്യ രഥീധരസ്യ ഭാര്യായാം, ഈ രഥീധരൻ്റെ സന്താനമില്ലാത്ത പത്നിയിൽ തന്തവേ, വംശം നിലനിർത്താൻ വേണ്ടി അർത്ഥിൽ അപേക്ഷിക്കപ്പെട്ട അങ്കിരസ് മഹർഷി ബ്രഹ്മവർച്ചസ്വിന സുതാൻ ജനയാമാസ, നല്ല ബ്രാഹ്മണ തേജസ്സുകളോട് കൂടിയിട്ടുള്ള പുത്രന്മാരെ ജനിപ്പിച്ചു. ഏതേ ക്ഷേത്രേ പ്രസൂതാ വൈ പുനസ്ത്വാങ്കിരസാ സ്മൃത രഥീധരാണം പ്രവര ക്ഷത്രോപേതാദ്വിജാതയാ. ക്ഷേത്രേ പ്രസൂത ഏതേ വൈ, ഈ രഥീധരന്റെ പത്നിയിൽ പിറന്നവരായിട്ടുള്ള ഇവരാകട്ടെ ആങ്കിരസാ സ്മൃത, ആങ്കിരസന്മാര് എന്ന് കണക്കാക്കപ്പെട്ടു. ഇവർ പിന്നെ രഥീധരാണാം പ്രവര, രഥീധരൻ വംശക്കാരുടെ പ്രവരത്തിൽ അവരുടെ വർഗത്തിൽ ഉൾപ്പെട്ട ക്ഷത്രോപേത, ക്ഷത്രിയ വീര്യത്തോടു കൂടിയ ദ്വിജാതയ ബ്രാഹ്മണന്മാരായി തീർന്നു എന്ന് പറയുകയാണ്. അതായത് അങ്കിരസിന്റെ വംശത്തിന് ബ്രാഹ്മണ ഗുണമുണ്ടായി, അതുമായി രഥീധരൻ ക്ഷത്രിയനായത് ക്ഷത്ര ഗുണമുണ്ടായി. അങ്ങനെ രണ്ടും കൂടി ചേർന്നുള്ള അവര് ഇങ്ങനെയാണ് ക്ഷത്രവീര്യം കൊണ്ടും ബ്രാഹ്മണ വീര്യം കൊണ്ടും ഇതിൽ തേജസ് കൊണ്ടും ഒരേപോലെ ശോഭിച്ചു എന്ന് പറയുകയാണ്. ക്ഷുവതസ്തു മനോർജജ്ഞേ ഇക്ഷ്വാകുഘ്രാണതസ്സുത തസ്യ പുത്രശതജ്യേഷ്ഠ വികുക്ഷി നിമിദണ്ഡക. മനോക്ഷുവതപ്പോൾ മനുവിൻ്റെ മറ്റു പുത്രന്മാരെയൊക്കെ പറഞ്ഞു. ഇനി മൂത്ത പുത്രനായിട്ടുള്ള ഇക്ഷ്വാകുവിൻ്റെ കഥയാണ് പറയുന്നത്. മനോക്ഷുവത തു, മനുവിന് തുമ്മണ സമയത്ത് ഘ്രാണതജ്യത്തിൻ്റെ നാസാദ്വാരത്തിലൂടെ ഇക്ഷ്വാകു എന്ന പുത്രൻ ജാതനായി. തസ്യ പുത്രശതജ്യേഷ്ഠ, ആ ഇക്ഷ്വാകുവിൻ്റെ 100 പുത്രന്മാരിൽ മൂത്തവർ വികുക്ഷി നിമിദണ്ഡക, വികുക്ഷി നിമിദണ്ഡകൻ എന്നിവരായിരുന്നു ഇക്ഷ്വാകുവിൻ്റെ മൂത്ത പുത്രന്മാർ. അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത 3 പുത്രന്മാർ ഇവരായിരുന്നു. തേഷാം പുരസ്താഭവൽ ആര്യാവർത്തേ നൃപാ പഞ്ചവിംശതി പശ്ചാശ്ച ത്രയോ മധ്യേ പരേ അന്യത. ഏ പരീക്ഷിത്തേ തേഷാം പഞ്ചവിംശതി, അവരിൽ 25 പേർ, ഇക്ഷ്വാകുവിൻ്റെ പുത്രന്മാരിൽ 25 പേർ ആര്യാവർത്തേ പുരസ്താൽ നൃപ, ആര്യാവർത്തത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലെ രാജാക്കന്മാരായി അഭവൻ തീർന്നു. പശ്ചാത്ത പടിഞ്ഞാറ് ഭാഗത്തും 25 പേരുണ്ടായി. മധ്യപ്രദേശത്ത് 3 പേരും അന്യദിക്കുകളിലായി പരേ ബാക്കിയുള്ളവരും വാണു. സ ഏകദ അഷ്ടകാശ്രാദ്ധ ഇക്ഷ്വാകു സുതമാദിശൽ മാംസമാനീയതാം മേദ്യം വികുക്ഷേ ഗച്ഛമാചിരം. ഒരിക്കൽ ഏകദ അഷ്ടകാശ്രാദ്ധ കാലത്തില് ആ ഇക്ഷ്വാകു തൻ്റെ പുത്രനായിട്ടുള്ള വികുക്ഷിയോട് മേദ്യം മാംസം, വളരെ ശുദ്ധമായിട്ടുള്ള മാംസം ആനീയതാം പോയിട്ട് കൊണ്ടുവന്നാലും എന്ന്, ചിരം അധികം വഹിച്ചാലും ഗച്ഛ ചിരം പോയാലും നേരം വൈകരുത് ഇത് ആദിശ എന്ന് നിർദ്ദേശിച്ചു. വേഗം പോയിട്ട് അതിൽ നല്ല ശുദ്ധമായിട്ടുള്ള മാംസത്തിന് പശുവിൻ്റെ മാംസം കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ്
ഇക്ഷ്വാകു തൻ്റെ പുത്രനോട്. തദേവി സവനം ഗത്വാ മൃഗാൻ ഹത്വാ ക്രിയാരിഹണൻ ശ്രാന്തോ ബുഭുക്ഷിതോ വീര ശശം ചാതതപസ്മൃതി. വീരനായിട്ടുള്ള ആ ഇക്ഷ്വാകു തനയൻ വികുക്ഷി അപ്രകാരം എന്ന് തന്നെ ആവാമെന്ന് പറഞ്ഞിട്ട് വനം ഗത്വ കാട്ടിൽ പോയി ക്രിയാർഹണാൻ മൃഗാൻ ഹത്വ ശ്രാന്തകർമ്മത്തിന് അർഹങ്ങളായിട്ടുള്ള മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞപ്പോൾ ബുഭുക്ഷിത ശ്രാന്ത ഈ നായാട്ടം കഴിഞ്ഞപ്പോഴേക്കും വിശന്നിട്ടും ക്ഷീണിച്ചിട്ടും എന്തായി അപസ്മൃതി ഓർമ്മയില്ലാണ്ട് ആരും ക്ഷീണിച്ച് വല്ലാണ്ട് ഇപ്പം ഓർമ്മയില്ലാണ്ട് ശശം ആദരിച്ച അതിൽ ആ പിടിച്ചുള്ള ഒരു മുയലിനെ അങ്ങോട്ട് തിന്നു. ശേഷം നിവേദയാമാസ പിത്രേ തേന ചതൽ ഗുരു ചോദിത പ്രോക്ഷണായാഹ ദുഷ്ടമേതകർമ്മകം. പിത്രേ ശേഷം നിവേദയാമാസ ആ ഒരു മുയലിനെ തിന്ന് ബാക്കിയുള്ള മാംസമൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അച്ഛന് കൊണ്ടേ കൊടുത്തു. തേനക പ്രോക്ഷണായ ചോദിത അദ്ദേഹത്താൽ ആ തീർത്ഥം തളിച്ച് ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടുള്ള ആ തദ്ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ ഏതൽ ദുഷ്ടം ഇത് ആയതുകൊണ്ട് അശുദ്ധാണെന്നും ആ അകർമ്മകം ക്രിയക്കെടുക്കാൻ അരുതാത്തതാണെന്നും വിധിച്ചു. വസിഷ്ഠൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഇതേ ഉച്ഛിഷ്ടമാണ്, അതുകൊണ്ട് തീർത്ഥം കളിച്ചിട്ട് ശുദ്ധാക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ജ്ഞാത്വാ പുത്രസ്യ തൽകർമ്മ ഗുരുണാവിഹിതം നൃപ ദേശാൻ നിസ്സാരയാമാസ സുതം ത്യക്തവിധിം രുഷാ. ഗുരുണ അഭിഹിതം ആ ഗുരു പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എന്താണ് തൻ്റെ പുത്രൻ്റെ ആ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് ആ നൃപ ഇക്ഷ്വാകു എന്ത് ചെയ്തു? ത്യക്തവിധിം സുതം തൻ്റെ വിധിയെ ധിക്കരിച്ചുള്ള പുത്രനെ രുഷ ദേശാൽ നിസ്സാരയാമാസ വേഗം ദേഷ്യം വന്ന് തൻ്റെ രാജ്യത്തു നിന്ന് അങ്ങോട്ട് പുറത്താക്കി. സതു വിപ്രേണ സംവാദം ജാവകേന സമാചരൻ ത്യക്വാ കളേവരം യോഗി സതേനാവാപയൽ പരം. സതു അദ്ദേഹമാകട്ടെ, അതായത് ഈ വികുക്ഷി വിപ്രേണ ജാപകേന സംവാദം സമാചരൻ, അതായത് ബ്രാഹ്മണനായിട്ടുള്ള വസിഷ്ഠനോടുകൂടി ചോദ്യോത്തര രൂപത്തിൽ അങ്ങനെ ചർച്ച നടത്തിക്കൊണ്ട് യോഗിയായിട്ട് തീർന്നു. സതേന അദ്ദേഹം അതിലൂടെ കളേവരം തിക്ത തൻ്റെ ശരീരത്തെ തേച്ചിട്ട് പരം യൽ ഏതോ അവ പരമമായ ഗതിയെ പ്രാപിക്കുകയും ചെയ്തു. പിതര്യുവരതേഭ്യേത്യ വികുക്ഷി പൃഥിവീമിമാം ശാസദീകേ ഹരിം യജ്ഞൈ ശശാദ ഇതി വിശ്രുത. ഇതിൽ വസിഷ്ഠനായിട്ട് സംവാദം ചെയ്ത ആരാണ്? ഈ ഇക്ഷ്വാകുവാണ്. ഇക്ഷ്വാകു എന്ത് ചെയ്തു? കോപാകുലനായിട്ട് ഇക്ഷ്വാകു തൻ്റെ പുത്രനെ രാജഭ്രഷ്ടനാക്കി. എന്നിട്ട് അവസാന കാലത്ത് ആ വസിഷ്ഠനുമായിട്ട് ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ജ്ഞാനം സമ്പാദിച്ച് യോഗമാർഗത്തെ അവലംബിച്ച് ഇക്ഷ്വാകുവാണ് മുക്തനായി തീർന്നത്. ആ പിതര്യുപരിതേ അതിനുശേഷം അച്ഛൻ അങ്ങനെ മൃതനായ സമയത്ത് പിതര്യുപരിതേ അഭ്യത്യ വികുക്ഷി പൃഥിവീമിമാം ശാസബീജേ ഹരിം യജ്ഞൈ ശശാദ ഇതി വിശ്രുത. ഈ വികുക്ഷിയാണ് പിന്നെ രാജ്യം ഭരിച്ചത്. ആ മുയലിനെ കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ശകാരപ്പേര് വന്നിട്ടാണ് ശശാദൻ എന്ന് പറഞ്ഞുള്ളൊരു പേര് വന്നു. അങ്ങനെ ആ പേരോട് കൂടിയിട്ട് അദ്ദേഹം ഭൂമിയെ വേണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ട് യജ്ഞൈ ഹരിം ഈജേ യജ്ഞങ്ങളെ കൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിച്ചു. പുരഞ്ജയസ്തസ്യ സുത ഇന്ദ്രവാഹ ഇരീരിത കകുൽസ്ഥ ഇതിജാപ്യുക്ത ശൃണു നാമാനി കർമ്മമി. പുരഞ്ജയൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ വികുക്ഷിയുടെ പുത്രനായിട്ടുള്ള പുരഞ്ജയൻ ഇന്ദ്രവാഹൻ എന്നുള്ള പേരിൽ ഇന്ദ്രവാഹൻ കകുൽസ്ഥൻ എന്ന് പേര് ശശാദൻ്റെ പുത്രന് എങ്ങനെ ഉണ്ടായി? അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുടെ ഈ പുരഞ്ജയൻ തന്നെ പുരഞ്ജയൻ ഇന്ദ്രവാഹൻ കകുൽസ്ഥൻ എന്ന 3 പേരുകളും ആ പുത്രന് ജനിച്ചു എന്ന് ഉണ്ടായി എന്ന് പറയാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ 3 പേരുകളും കിട്ടിയത്. കൃതാന്ത ആസീൽ സമരോ ദേവാനം സഹദാനവൈ പാർഷ്ണിഗ്രാഹോ വൃതോ വീരോ ദൈവൈ ദൈത്യപരാജിതൈ. ദേവന്മാർക്ക് പണ്ട് അസുരന്മാരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായ സമയത്ത് സർവം നശിക്കത്തക്കതായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടായി. ആ സമയത്ത് വീര ദൈത്യപരാജിതൈ ദേവൈ പാർഷ്ണിഗ്രാഹവൃത വേഗം ദൈത്യന്മാരെ പരാജിതപ്പെട്ട അസുരന്മാര് ഇദ്ദേഹത്തിനെ പിൻബലക്കാരനായിട്ട് ഭരിച്ചു എന്ന് പറയുകയാണ്. അതായത് തങ്ങളുടെ സഹായത്തിന് വേണ്ടി ഈ രാജാവിനെ കൊണ്ടുപോയി ദേവലോകത്തേക്ക്. വചനാൽ ദേവദേവസ്യ വിഷ്ണോർ വിശ്വാത്മന പ്രഭോ
വാഹനത്വേ വൃതസ്തസ്യ ബഭൂവേന്ദ്രോ മഹാവൃഷാ. ഈ യുദ്ധത്തിന് വിളിച്ചപ്പോൾ പുരഞ്ജയൻ എന്നുള്ള പേര് കിട്ടാൻ എന്താണ്, ദേവന്മാരുടെ അടുത്ത് കൂടി അവർ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പോയി അസുരന്മാർ, അതുകൊണ്ടാണ് പുരഞ്ജയൻ എന്നുള്ള പേര് വന്നത്. പിന്നെയോ ആ യുദ്ധത്തിന് വിളിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, എനിക്ക് ഒരു കാര്യമുണ്ട്, യുദ്ധത്തിനൊക്കെ വരണം വെച്ചാൽ എന്ത് വേണം, എനിക്കൊരു വാഹനം വേണം, അപ്പോൾ ഇന്ദ്രൻ എൻ്റെ വാഹനമായിട്ട് വരണം അദ്ദേഹം പറഞ്ഞു. അതാണ് തസ്യ വാഹനത്തെ വ്രത. അങ്ങനെ വാഹനമാകാൻ ആവശ്യപ്പെട്ട ഇന്ദ്രൻ ദേവദേവസ്യ വിശ്വാത്മന പ്രഭോ വിഷ്ണോ വചനാൽ, ദേവന്മാർക്കും ദേവനും വിശ്വാത്മാവുമായിട്ടുള്ള മഹാപ്രഭുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശം കൊടുത്താൽ ഒരു വൻ കാളയായിട്ട് ബഹുവ, മഹാവൃഷ ബഹുവ, ഇന്ദ്രൻ വാഹനമായിട്ട് വലിയൊരു കാളയായിട്ട് തരുന്നു. അതാണ് രണ്ടാമത്തെ പേരിന് കാരണം, ഇന്ദ്രവാഹൻ, ഇന്ദ്രൻ വാഹനമായിട്ടുള്ളവൻ എന്നുള്ള പേര്. ഇനിയോ സന്നദ്ധോ ധനുർദിവ്യമാദായ വിശിഖൻസിതൻ സ്തുയമാനസാരുഹ്യ യുൽസു കകുതിസ്ഥിതാ തേജസാപ്യയിതോ വിഷ്ണോ പുരുഷസ്യ പരാത്മന പ്രതിച്യം ദിശി ദൈത്യാനം ഞരുണൽ ത്രിദശൈപുരം. യുൽസു അങ്ങനെ യുദ്ധത്തിനൊരുങ്ങിയ ആ രാജാവ് ദിവ്യം ധനു ശിതാൻ വിശികാൻ, ദിവ്യമായിട്ടുള്ള വില്ലും നല്ല മൂർത്ത അസ്ത്രങ്ങളും ആദായ എടുത്ത് സന്നദ്ധ തയ്യാറെടുത്ത് സ്തൂയമാന ദേവന്മാരാൽ വാഴ്ത്തപ്പെട്ടുകൊണ്ട് സമാരുഹ്യ കാളപ്പുറത്ത് കയറി കകുതി എന്ന് പറഞ്ഞാൽ ഈ കാളയുടെ പൂഞ്ഞ, അതാണ് അതിൻ്റെ കാളയിട്ട് ഇന്ദ്രൻ്റെ പൂഞ്ഞയിൽ കകുതി സ്ഥാനമുറപ്പിച്ച് പരാത്മന പുരുഷസ്യ വിഷ്ണോ തേജസ, പരമാത്മാവും മഹാപുരുഷനുമായിട്ടുള്ള ആ വിഷ്ണുവിൻ്റെ തേജസ്സിനാൽ പ്രഭാവത്താൽ ആപ്യായത വർദ്ധിപ്പിക്കപ്പെട്ട ശക്തിയോടുകൂടി ത്രിദശൈസക മറ്റു ദേവന്മാരോടൊത്ത് പ്രതീച്യാം ദിശി ദൈത്യാനാം പുരം ഞരുണൽ, പടിഞ്ഞാറ് ഭാഗത്തുള്ള അസുരന്മാരുടെ താവളത്തെ തുരത്തി. അതാണ് പുരഞ്ജയൻ എന്നുള്ള പേര് വന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇന്ദ്രവാഹൻ എന്നുള്ള പേര് വന്നു. മൂന്നാമത്തെ പേരെന്താണ്, കകുട്ട്, കാളയുടെ കകുതി പുറത്തിരുന്നുകൊണ്ട് കാകുൽസ്ഥൻ എന്നുള്ള പേര് വന്നു. അതാണ്. അപ്പോൾ ഈ കകുൽസ്ഥൻ ആരാണ്, കകുൽസ്ഥൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കകുൽസ്ഥൻ്റെ വംശത്തിൽ ജനിച്ചുകൊണ്ടാണ് ശ്രീരാമചന്ദ്രന് കാകുൽസ്ഥൻ എന്നുള്ള പേര് വന്നത്. നമ്മൾ രാമായണം സുന്ദരകാന്ഡം വായിക്കുന്ന സമയത്ത് കഥയമമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ. ഇത് ചിലരുടെ ആ കാകുൽസ്ഥൻ എന്ന് ശ്രീരാമചന്ദ്രൻ്റെ പേര് പറയാൻ കാരണം ഈ കാകുൽസ്ഥൻ എന്നുള്ള രാജാവിൻ്റെ വംശത്തിൽ പെട്ടതുകൊണ്ടാണ്. തൈതസ്ത്യജാഭൂൽപ്രദനം തുമുലം ലോമഹർഷണം യമായ വല്ലൈരണയൽ ദൈത്യന്യേഭിര്യയും മൃതേ. തൈ തസ്യ പ്രധനം തുമുലം ലോമഹർഷണം. ആ അസുരന്മാരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ യുദ്ധം എങ്ങനെയായിരുന്നു, വളരെ തുമുലം, നല്ല ഇരമ്പുന്ന ശബ്ദത്തോടു കൂടിയിട്ടുള്ളതായിരുന്നു, രോമാഞ്ചജനകമായിരുന്നു, ആയിത്തീർന്നു എന്ന് പറയുകയാണ്. മൃതേ യേ അഭിയയു, യുദ്ധത്തിൽ ആരെല്ലാം അദ്ദേഹത്തോട് എതിർത്തിരുന്നുവോ ആ ദൈത്യാൻ അസുരന്മാരെ എല്ലാം അദ്ദേഹം ഭല്ലൈ യമായ അനയൽ, മൂർച്ചയുള്ള ശരങ്ങളെ കൊണ്ട് യമലോകത്തിലേക്ക് അയച്ചു. തസ്യേഷുപാത അഭിമുഖം യുഗാന്തഗ്നിമിവോൽബണം വിസൃജ്യ രുദ്രുർദൈത്യ ഹന്യമാനാസ്വമാലയം. യുഗാന്താഗ്നിം ഇവ ഉൽബണം, ഇങ്ങനെ കൽപ്പാന്തത്തിലെ അഗ്നി പോലെ അത്യുഗ്രമായ തസ്യ ഇഷുപാത അഭിമുഖം, അദ്ദേഹത്തിൻ്റെ ആ ശരങ്ങളെ നേരിടുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് വിസൃജ്യ ഹന്യമാന ദൈത്യ, ആ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന അസുരന്മാരെ സ്വം ആലയം ദുദ്രുവു, അവരവരുടെ വാസസ്ഥലത്തേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത്. ജിത്വാപുരം ധനം സർവം സശ്രീകം വജ്രവാണയേ പ്രത്യയച്ഛൽസരാജർഷി ഇതി നാമവിരാഹൃത. സശ്രീകം പുരം, സർവം ധനം, ഐശ്വര്യത്തോടുകൂടി ആ നഗരത്തെയും എല്ലാ സമ്പത്തിനെയും ഇപ്രകാരം ജിത്വ ജയിച്ചു പിടിച്ച് വജ്രവാണിയായിട്ടുള്ള ഇന്ദ്രന് പ്രത്യയച്ഛൽ മടക്കി കൊടുത്തു. ഇതി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് രാജർഷി നാമവി, ഈ നാവക്ഷി എന്നുള്ള പേരും വന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ 3 പേരുകളില്ലേ നാമധേയങ്ങൾ, അതിലും കൂടിയിട്ട് അറിയപ്പെട്ടു എന്ന് പറയുകയാണ്. പുരഞ്ജയസ്യ പുത്രോ ഭൂൽ അനേനാ തൽസുതപൃഥു വിശ്വരന്തിസ്തതശ്ചന്ദ്രോ യുവനശ്വശ്ച തൽസുത
പുരഞ്ജയസ്യ പുത്ര അനേന, പുരഞ്ജയന്റെ പുത്രനായിട്ട് അനേനസ് ഉണ്ടായി. അനേനസിന്റെ പുത്രനായിട്ട് പൃഥു ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് വിശ്വരന്തി ഉണ്ടായി. ആ വിശ്വരന്തിയിൽ നിന്ന് ചന്ദ്രനും തൽസുത, ആ ചന്ദ്രന്റെ പുത്രനായിട്ട് യുവനാശ്വനും അഭൂൽ. ശാപസ്ത തൽസുതോയേന ശാപസ്തി നിർമ്മമേ പുരി ബൃഹദശ്വസ്തു ശാപസ്തി തവ കുവലയാശ്വക. തൽസുത അദ്ദേഹത്തിന്റെ പുത്രനാണ്, അതായത് യുവനാശ്വന്റെ പുത്രനാണ് ശാപസ്ഥൻ. ഏന യാതൊരാളാൽ ശാപസ്തി എന്നു പേരായിട്ടുള്ള ഒരു നഗരം നിർമ്മിക്കപ്പെട്ടു. ബൃഹദശ്വനാകട്ടെ ശാപസ്ഥന്റെ പുത്രനാണ്. തഥ അദ്ദേഹത്തിൽ നിന്ന് കുവലാശ്വകൻ എന്നുള്ള പുത്രനും ഉണ്ടായി. യപ്രിയാർത്ഥമുദംഗസ്യ ദുന്ദുനാമ അസുരം ബലി സുതാനം ഏകവിംശത്യ സഹസ്രൈരഹനൽ വൃതാ. ബലിയ, ഈ വളരെ ശക്തിമാനായുള്ള ഈ കുവലയാശ്വകൻ ഉദംഗസ്യ പ്രിയാർത്ഥം, ഉദംഗന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് സുതാനാം ഏകവിംശത്യാ സഹസ്രൈ, പുത്രന്മാരായിട്ടുള്ള 21,000 പേരാൽ മൃത ഒത്തുചേർന്നിട്ട് ദുന്ദുനാമ, ദുന്ദു എന്ന് പേരായിട്ടുള്ള അസുരനെ അഹനൽ നിഗ്രഹിച്ചു. അതുകൊണ്ട് ദുന്ദുമാരൈധിഖ്യാത തത്സുതാസ്തേ ച ജജ്വലു ദുന്ദോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിത ദൃഢാശ്വ കപിലാശ്വശ്ച ഭദ്രാശ്വ ഇതി ഭാരത ദൃഢാശ്വപുത്രോ ഹര്യശ്വോ നികുംഭ തൽസുത സ്മൃത. ഏ ഭാരത, പരീക്ഷത്തെ ദുന്ദുമാരൈതി, അങ്ങനെ ആ ദുന്ദു എന്നുള്ള ആസുരനെ വധിച്ചത് കാരണം അദ്ദേഹത്തിന് ദുന്ദുമാരൻ എന്നുള്ള പേരിലും പ്രസിദ്ധനായി എന്ന് പറയുകയാണ്. പക്ഷെ എന്തുണ്ടായി? തൽസുതാ സർവേ, അദ്ദേഹത്തിന്റെ ആ പുത്രന്മാരെല്ലാവരും ദുന്ദോ മുഖാഗ്ന, ആ ദുന്ദുവിന്റെ വായിൽ നിന്നുണ്ടായിട്ടുള്ള അഗ്നിയാൽ ജജ്വലു കരിഞ്ഞുപോയി. പക്ഷെ 3 പേര് ദൃഢാശ്വ, കപിലാശ്വ, ഭദ്രാശ്വ, ഇങ്ങനെ 3 പേര് മാത്രം അവശേഷിച്ചവരായി. അതിൽ ദൃഢാശ്വന്റെ പുത്രൻ ഹര്യശ്വൻ എന്നും ഹര്യശ്വന്റെ പുത്രൻ നികുംഭൻ എന്നും സ്മൃത അറിയപ്പെടുന്നു. ബർഹണാശ്വോ നികുംഭസ്യ കൃശാശ്വോദാസ്യ സേനജിൽ യുവനാശ്വോ ഭവൽ തസ്യ സോനപത്യോ വൻഗത ഭാര്യാശതേന നിർവിണ്ണ ഋഷയോസ്യ കൃപാലവ ഇഷ്ടിം സ്വ വർത്തയാമാസു ഐന്ദ്രിം തേ സുസമാഹിത. നികുംഭസ്യ, നികുംഭന് ബർഹണാശ്വ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന് കൃശാശ്വ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന് ആ കൃശാശ്വന് സേനജിത്ത് എന്നൊരു പുത്രൻ, ആ സേനജിത്തിന് യുവനാശ്വൻ എന്നുള്ള പുത്രനും ഉണ്ടായി. അനപത്യ സ, ഈ യുവനാശ്വൻ എങ്ങനെയാണ് പത്നിമാരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാലും അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിരുന്നില്ല, അനപത്യനായിരുന്നു. സ നിരാശനായിട്ട് ഭാര്യാശത, തൻ്റെ കൂടെ 100 പത്നിമാരുണ്ട്, അവരെല്ലാവരോടും കൂടിയിട്ട് വനം ഗത, കാട്ടിലേക്ക് ചെന്ന സമയത്ത് ഋഷയ അസ്യ കൃപാലവ, മഹർഷിമാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേരിൽ വളരെയധികം കാരുണ്യം തോന്നി. എന്നിട്ട് അവരെന്ത് ചെയ്തു? തേ സുസമാഹിത, അവര് വളരെ ഏകാഗ്രതയോടുകൂടിയിട്ട് ഐന്ദ്രിയം ഒരു ഇന്ദ്രയാഗം നടത്തി. വർത്തയാസ്മ നടത്തിച്ചു പോൽ എന്നാണ്. അവർ മഹർഷിമാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞം നടത്തി. രാജാ യജ്ഞസദനം പ്രവിഷ്ടോ നിശിതർഷിത ദൃഷ്ട്വാ ശയാനൻ വിപ്രാംസ്താൻ പവൗ മന്ത്രജലം സ്വയം. അവിടെ യജ്ഞശാലയിലെ രാജാവ് അങ്ങനെ രാത്രി കടന്നുറങ്ങുകയാണ്. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നിശി തർഷിത യജ്ഞശാലയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് രാത്രി പെട്ടെന്ന് വല്ലാണ്ട് ദാഹം വളർന്നു. എന്നിട്ടോ അങ്ങോട്ട് ഉണർന്നു നോക്കിയിട്ട് യജ്ഞശാലയിൽ ചെന്നിട്ട് പ്രവിഷ്ട താൻ വിപ്രാൻ, ആ വിപ്രന്മാരെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രം ചൊല്ലിയിട്ട് റോഷ്യ മന്ത്രം ചൊല്ലി വെച്ചുള്ള ജലന്റെ കുടത്തിൽ, ആ മന്ത്രജലം സ്വയം പവൗ, അതെടുത്ത് ആ ജലം മുഴുവൻ അദ്ദേഹം എടുത്താണ് കുടിച്ചു രാത്രി സമയത്ത്. ഉത്ഥിതാസ്തേ നിശാമ്യാത യുതകം കലശം പ്രഭോ പപ്രച്ചു കസ്യ കർമ്മേദം പീതം പുംസവനം ജലം. ഈ ബ്രാഹ്മണര് തുറന്ന് എഴുതിയിട്ട് നോക്കിയപ്പോണ്ടല്ലോ മന്ത്രജലം കാണാനില്ല, കുടത്തിൽ ജലമില്ല. അവർ മന്ത്രം ചൊല്ലിയിട്ടുണ്ടായിരുന്ന പുംസവനം ജലമാണ്. അതായത് കുട്ടി ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തോടു കൂടി മന്ത്രം ചെയ്തിരുന്ന ജലമാണത്. അതാരാണ് എടുത്ത് കുടിച്ചത് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ
പുംസവനം പുരുഷ സന്താനാർത്ഥം ജപിച്ചു വെച്ചുള്ള തീർത്ഥജലാണത്. ഈ കുടിച്ചു തീർന്നിരിക്കണു. ഇതം കസ്യ, ഇതാരുടെ പണിയാണെന്ന് അതിലൊക്കെ ചോദിക്കാൻ തുടങ്ങി. രാജ്ഞാപീതം വിരിത്വാദ ഈശ്വര പ്രഹിതേന തേ ഈശ്വരായ നമശ്ചക്രു ഓ ദൈവബലം ബലം. അപ്പോഴാണ് മനസ്സിലായത് രാജ്ഞാപീതം, രാജാവിനാൽ ഇത് കുടിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഈശ്വര പ്രതിഭേന, ആ ഭഗവാന്റെ ഇച്ഛ എന്നല്ലാണ്ട് എന്താ പറയുക എന്നിട്ട് മനസ്സിലാക്കിയിട്ട് അത്ഭുതം തന്നെ അവർ ഉറപ്പിച്ചതാണ്. ഈശ്വരനായിട്ട് എല്ലാവരും ഈശ്വരായ നമച്ചക്ര, എല്ലാവരും ഭഗവാന്റെ ഒരു മായയിൽ ഉണ്ടായതാണ്. ഭഗവാന്റെ ഇതങ്ങനെയായിരിക്കാം, ആ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനെ സ്തുതിച്ചു. അപ്പം എന്തേ ഉണ്ടായത്? ഈ പുംസവനം ജലം കുടിച്ചപ്പോൾ എന്താ ഈ ആചാര്യം പറയാറ്? രാജാവ് ഗർഭിണനായി എന്നാണ് പറയാറ്. തതക്കാല ഉപാവൃത്തേ കുക്ഷിം നിർഭിദ്യ ദക്ഷിണം യുവനാശ്വസ്യതനയ ചക്രവർത്തി ജജാനഹ. രാജാവ് ഗർഭം ധരിച്ചു എന്നിട്ടോ തതക്കാല ഉപാവൃത്തേ, അതിനുശേഷം ആ ഗർഭം പൂർണ്ണമായ സമയത്ത് യുവനാശ്വസ്യ ദക്ഷിണം കുക്ഷിം നിർഭിദ്യ, യുവനാശ്വന്റെ വലത്ത് ഭാഗത്തുള്ള വയറിനെ പിളർന്നിട്ട് ചക്രവർത്തിയുടെ ലക്ഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പുത്രൻ ജജാന ജനിച്ചു. അത്ഭുതം എന്ന് പറയാണ്. രാജാവിന്റെ വയറിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടായിന്ന്. അപ്പോഴോ വലിയ രാജാവാണ് പ്രശ്നം. പിന്നെ ആരാധന മുല കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ. അക്കം ധാസ്യസി കുമാരോയം സ്തന്യം രോരൂയതേ വൃജം മാം ധാതാ വത്സമാരോദി ഇതിന്ദ്രോ ദേശിനി അതൽ. അയം കുമാര സ്തന്യം വൃഷം രോരൂയതേ, ഈ കുട്ടി മുലപ്പാലിന് വേണ്ടി ഇതാ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണു. കം ദാച്ചിലെ ആരാണ് ഇവന് ഇനി മുല കൊടുക്കുക? ഇതിനെല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ രാജാവല്ലേ പ്രസവിച്ചിരിക്കണം. അപ്പോൾ ഇന്ദ്ര ഹേ വത്സ മാരോദി, അപ്പൊ പെട്ടെന്ന് ഇന്ദ്രൻ തന്നെ അവിടെ വന്ന് കുഞ്ഞേ നീ കരയാതിരിക്കൂ, മാം ധാത എന്നെ പാനം ചെയ്താലും എന്ന് പറഞ്ഞുകൊണ്ട് ദേശീനിയും അതാൽ തൻ്റെ ആ ചൂണ്ടുവരല് ആ കുട്ടിയുടെ വായിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു. നമമാരപിതാ തസ്യ വിപ്രദേവ പ്രസാദത യുവനാശ്വോതത്രൈവ തപസാ സിദ്ധിമന്വകൽ. വിപ്രദേവ പ്രസാദത, ഇങ്ങനെ ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും അനുഗ്രഹത്താൽ തസ്യ പിതാ, ഇങ്ങനെ പ്രസവിച്ചു വെച്ചാലും അവൻ്റെ പിതാവായുള്ള ഈ യുവനാശ്വൻ നമമാര മരിച്ചില്ല. പ്രസവിച്ചു വെച്ചാലും മരിക്കേണ്ടായില്ല എന്ന് മാത്രമല്ല തത്ര അവിടെ വെച്ച് തപസ്സനുഷ്ഠിച്ചിട്ട് സിദ്ധിമന്വകൽ, അദ്ദേഹം തപസ്സുകൊണ്ട് സിദ്ധിയെ പ്രാപിക്കുകയും ചെയ്തു. ത്രസദ്ദസ്യുരീന്ദ്രോംഗ വിദദേ നാമ തസ്യ വൈ യസ്മാൽ ത്രസന്ധിഹ്യുദ്വിഗ്നാ ദസ്യവോ രാവണാദയ. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനായിട്ടുള്ള പരീക്ഷത്തി, രാവണാദയ ദസ്യവഹി, രാവണൻ മുതലായിട്ടുള്ള കള്ളന്മാർ പോലും യസ്മാൽ ഉദ്വിഗ്ന, യാതൊരാളിൽ നിന്ന് പരിഭ്രാന്തരായിട്ട് ത്രസന്ധി വൈന്നു കഴിയുന്നുവോ തസ്യ, ആ കുമാരന് ഇന്ദ്ര ത്രസദ്ദസ്യു ഇതിനാമ വിധതെ, ആ കുമാരന് ത്രസദ്ദസ്യു എന്നൊരു പേരും കൂടി ഇന്ദ്രൻ കൊടുത്തു എന്ന് പറയുകയാണ്. അതായത് ഈ യൗവനാശ്വന്റെ പുത്രനായുള്ള യൗവനാശ്വൻ, മാംധാത എന്ന് പറഞ്ഞാൽ ഇതിന് മാംധാതാവ് കൂടി പേരുണ്ട്. യൗവനാശ്വോത മാംധാത ചക്രവർത്തി അവനിം പ്രഭു സപ്തദ്വീപവതീമേക സസാസച്യുതേജസ. അതിനുശേഷം പ്രഭു യൗവനാശ്വ പ്രഭാവശാലിയും യുവനാശ്വന്റെ പുത്രനുമായിട്ടുള്ള ഈ മാന്ധാതാവ് അച്യുതകേശ മഹാവിഷ്ണുവിന്റെ തേജസ്സിനാൽ സപ്തദ്വീപവതിയും സപ്തദ്വീപങ്ങളും അടങ്ങുന്ന ഈ ഭൂമിയെ ഏകഛത്രാധിപതിയായിട്ടുള്ള ചക്രവർത്തിയായിട്ട് ശശാസ ഭരിച്ചു. ഈജേച യജ്ഞം ക്രതുഭിർ ആത്മവിൽ ഭൂരി ദക്ഷിണൈ സർവദേവമയം ദേവം സർവാത്മകമതീന്ദ്രിയം. ആത്മവിൽസ, നല്ല ആത്മജ്ഞാനിയായിരുന്നു അദ്ദേഹം, ഈ മാന്ധാതാവ്. അദ്ദേഹം സർവദേവമയം സർവാത്മകം അതീന്ദ്രിയം ദേവം, സർവദേവതാമയനും അതുമാതിരി സർവ ആത്മാവും എല്ലാ പക്ഷെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതനും ദേവനുമായ യജ്ഞ സ്വരൂപിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭൂരി ദക്ഷിണേ ക്രതുപി, അനേകം ദക്ഷിണകൾ ദാനം ചെയ്തുകൊണ്ടുള്ള യാഗങ്ങളാൽ യജിക്കുകയും ചെയ്തു. ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തദ്വിജ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതൽയഥാത്മകം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്താണ് യജ്ഞത്തിന്റെ മഹാവിഷ്ണുവിനെ ജയിച്ചു പറഞ്ഞില്ലേ, യജ്ഞ ദ്രവ്യം
യജ്ഞം തന്നെയും യജ്ഞത്തിലുള്ള ദ്രവ്യവും മന്ത്രവും വിധിയും യജമാനനും അതാ പിന്നെ ഋത്വിക്കുകളും കർമ്മമാർഗവും ദേശ യജ്ഞാർഹമായ പ്രദേശവും കാലിച്ച യജ്ഞത്തിന് തുടങ്ങുന്ന കാലവും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ രൂപഭേദങ്ങളാണെന്നുള്ള ഭാവത്തോട് ഉൾക്കാണ്ട് യജ്ഞങ്ങളൊക്കെ നടത്തിയത് അത്ര ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. യാവൽ സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തത് യൗവനാശ്വസ്യ മാന്ധാതു ക്ഷേത്രമുച്യതേ. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം പോലെ അതുമാതിരിയാണ് എവിടെ സൂര്യൻ ഉദിക്കുന്നോ എവിടെ പ്രതിഷ്ഠ അസ്തമിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള എല്ലാ സ്ഥലവും യുവനാശ്വപുത്രനായിട്ടുള്ള മാന്ധാതാവിൻ്റെ സാമ്രാജ്യമായിട്ട് ഉച്ചതേ സ്മ പറയപ്പെടുന്നു. അത്രേ ഇതാണ് അത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഏകഛത്രാധിപതിയായിരുന്നു അദ്ദേഹം. ശശബിന്ദുർദുഹിതരി ബിന്ദുമത്യാമധം നൃപ ഗുരുകുൽസം അംബരീഷം മുജുകുന്ദം ചയോഗിനം. ശശബിന്ദു ദുഹിതരി ഈ മാന്താതാവ് ശശബിന്ദുവിൻ്റെ മകളായിട്ടുള്ള ബിന്ദുമതിയിൽ നൃപ അംബരീഷ മാന്താതാവ് രാജാവ് 3 മക്കളെ ഗുരുകുൽസൻ അംബരീഷൻ അതുമാതിരി യോഗിയായിട്ടുള്ള മുജുകുന്ദൻ എന്നിവരെ അഥാൽ ജനിപ്പിച്ചു. തേഷാം സ്വസാര പഞ്ചാശൽ സൗഭരിം വവ്രിരേപതിം യമുനാന്തർജലേ മഗ്ന തപ്യമാന പരന്തവാ. തേഷാം പഞ്ചാശൽ സ്വസാര ഈ 3 സഹോദരന്മാർക്ക് 50 സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അവരെല്ലാവരും സൗഭരിം അവരെല്ലാവരും സൗഭരിയെ ഭർത്താവായിട്ട് വരിച്ചു. ഈ സൗഭരി ആരായിരുന്നു? യമുനാന്തർജലേ മഗ്ന യമുനാ നദിയുടെ ഉള്ളിൽ അങ്ങനെ മുങ്ങിക്കടന്നുകൊണ്ട് പരമമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്നവനായിരുന്നു ഈ സൗഭരി. അദ്ദേഹത്തിനെയാണ് ഈ 50 പെൺകുട്ടികളെ വിവാഹം കഴിച്ചത്. അത് ഇനി ഇതിൻ്റെ കഥ പറയുകയാണ്. നിർവൃതിം മീനരാജസ്യ വിക്രമൈഥുനധർമ്മിണ ജാതസ്പൃഹോ നൃപം വിപ്ര കന്യാമേലാമയാചത. ഈ സൗഭരി പറഞ്ഞില്ലേ ജലത്തിൽ അങ്ങനെ മുങ്ങിക്കടന്നിട്ട് പുറത്ത് കടന്നു വെച്ചാൽ ലോകത്തു നിന്നുള്ള മറ്റുള്ള ഇതിലെ ഭ്രംശങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് സമുദ്രത്തിനുള്ളിൽ മുങ്ങിക്കടന്നത്. അവിടെ ചെന്ന് അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്താണ് എന്ത് കണ്ടത്? മൈഥുനധർമ്മിണ മീനരാജസ്യ, അതായത് ഒരു മത്സ്യരാജാവും അതിൻ്റെ എണയും കൂടിയിട്ട് അങ്ങനെ ഇണചേരനെ കണ്ടിട്ടുള്ള ശാരീരിക ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുടെ ആനന്ദ അതിരേകം നിർവൃതിയും വീക്ക കണ്ടിട്ട് ജാതസ്പൃഹ ഈ തപസ് ചെയ്യുന്ന സൗഭരിക്ക് ലൗകിക വിഷയങ്ങളിൽ പെട്ടെന്ന് അങ്ങോട്ട് ആസക്തി ജനിച്ചു. വേഗം അദ്ദേഹം എന്ത് ചെയ്തു? തപസ്സകനി മതി, ഈ രാജ്യം വിവാഹം കഴിച്ച് കുടുംബമായിട്ട് കഴിയാൻ പോകണമെന്ന് തീരുമാനിച്ചിട്ട് വേഗം അങ്ങോട്ട് ജലത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് നൃപം ഏകാം കന്യാം അയാചത, ഈ മാന്താതാവിനോട് ചെന്നിട്ട് അങ്ങയുടെ 50 പുത്രിമാരിൽ ഒരു മകളെ എനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് അങ്ങോട്ട് അഭയ പറഞ്ഞു. സോപ്യാഗൃഹ്യതം രാമൻ കാമം കന്യാസ്വയം വരേ സവിജിന്യ പ്രിയം സ്ത്രീണം ജരടോയം അസമ്മത വലീവലിത ഏജൽക്ക ഇത്യഹം പ്രത്യുദാഹൃത സാധയിഷ്യേ തദാത്മാനം സുരസ്ത്രീണാമവിപ്സിതം കിം പുനർ മനുജേന്ദ്രാണം ഇരി വ്യവസിത പ്രഭൂ. എങ്ങനെയാണ് ഈ സമുദ്രകാലത്തിലെ ഈ ജലത്തിലിങ്ങനെ മുങ്ങിക്കിടന്നുകൊണ്ടാണ് അദ്ദേഹം തപസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വലിയ ജരാന്തരങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നിട്ടോ തലയ്ക്ക് അങ്ങനെ ഒരു വിറയിൽ തടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചുക്കി ചുളിഞ്ഞ മാതിരി ആചാര്യം പറയുന്നത് ഉപ്പിലിട്ട മാതിരിയുള്ള രൂപത്തിലാണ്, വെള്ളത്തിൽ ഉപ്പിലിട്ട മാതിരിയുള്ള രൂപത്തിലാണ് പുറത്തു വന്നത്. അതൊരിക്കലും സ്ത്രീകൾക്ക് അദ്ദേഹം സമ്മതനാവില്ല. അതുകൊണ്ട് രാജാവ് ചിന്തിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? എനിക്ക് വിരോധമൊന്നുമില്ല, അങ്ങനൊരു കാര്യം ചെയ്തോളൂ, എൻ്റെ മക്കളോട് പോയി ചോദിച്ചോളൂ, ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് അങ്ങ് ചെന്നിട്ട് എൻ്റെ മക്കളോട് ചെന്നിട്ട് സമ്മതം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സൗകര്യക്ക് മനസ്സിലായി തൻ്റെ രൂപം കണ്ടിട്ട് അവരാരും തന്നെ സ്വയംവരത്തിൽ സ്വീകരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് രാജാവ് ഇങ്ങനെ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതി വിചിന്യ, എന്താണ്? ആത്മാനം സുരസ്ത്രീണാമപി ഈപ്സിതം, ദേവസ്ത്രീകൾക്ക് പോലും മോഹമിപ്പിക്കുന്നവനാക്കിയിട്ടുള്ള അതിസുന്ദര രൂപത്തിൽ അപ്രകാരം സാധിപ്പിക്കുന്നുണ്ട്. മനുജേന്ദ്രാണാം
പിന്നെ മനുഷ്യരാജാക്കന്മാരുടെ പുത്രിമാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു, ആ പ്രഭുവായിട്ടുള്ള അദ്ദേഹം തപസ്സുകൊണ്ട് നല്ല ശക്തി നേടി. അതുകൊണ്ട് എന്താ ചെയ്ത് അതിസുന്ദരമായിട്ട് രൂപാനെടുത്തു കേട്ടോ. മുനിപ്രവേശിത ക്ഷത്ര കന്യാന്തപുരമൃദ്ധിമൽ വൃതശ്ച രാജകന്യാഭി ഏക പഞ്ചാശതാവര ഋദ്ധിമൽ കന്യാന്തപുരം. അങ്ങനെ അദ്ദേഹം അതിസുന്ദരമായിട്ടുള്ള രൂപത്തിൽ ഈ സൗബരി വളരെ ആ സുസമൃദ്ധമായിട്ടുള്ള അന്തപുരത്ത് കന്യകളുടെ ആ കന്യകമാരുടെ അന്തപുരത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ക്ഷത്രാ പ്രവേശിത ദ്വാരകപാലകനാൽ അങ്ങോട്ട് പ്രവേശിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. മുനി പഞ്ചാശത രാജകന്യാവി ഏക വര വൃതച. അതായത് രാജാവ് എന്തേ പറഞ്ഞിരുന്നത്, ആ ഒരാള് മതി എന്നാണ് ചോദിച്ചിരുന്നത്. എനിക്കൊരു മതി എന്നാണ് ഇവരോട് ചോദിച്ചു. അതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാളെ എന്നോട് വിവാഹം കഴിച്ചോളാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഞാനാവാന്ന് പറഞ്ഞ് ഈ 50 കന്യകളും അദ്ദേഹത്തിനെ തങ്ങളുടെ വരനായിട്ട് അങ്ങനെ സ്വീകരിച്ചു. താസാം കലിലഭൂൽഭൂയാം തദർത്ഥേ ബോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വ ഇതി തദ്ഗതചേതസം. എന്തിനു പറയുന്നു, ഈ 50 പേരും അവർ തമ്മിൽ ആ തദർത്ഥ അദ്ദേഹത്തെ ചൊല്ലിയിട്ട് ആ തങ്ങൾ സഹോദരിമാരാന്നുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം എൻ്റെയാണ്, എനിക്ക് അനുരൂപനാണെന്നുള്ള രീതിയിൽ അതിവാനന്ദമായിട്ടുള്ള എന്താണ് ഇരി ഭൂയാൻ കലിയഭൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബഹളം മത്സരം ഉണ്ടായി എന്നാണ് പറയേണ്ടത്. ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി ആലോചിച്ച് നോക്കൂ. ആ സ ബഹ്രുജ താവിരവാരണീയ തപശ്രിയാനദ്യപരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലാംഭ സരസ്വ സൗഗന്ധിക കാനനീഷു മഹാർഘശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാലുലേവാഭ്യവഹാരമാല്യകൈ സ്വലംകൃത സ്ത്രീപുരുഷേഷു നിത്യദാ മീനുകായൽ ദ്വിജവൃന്ദബന്ധിഷു. എന്തിനു പറയണു, അവരെ എല്ലാവരെയും വേഗം സ്വീകരിച്ചു എന്നട്ടോ. സ ബഹ്രുച എന്നാണ് ആലോചിക്കണം. ആ ഋഗ്വേദ പാരംഗതനായിട്ടുള്ള അദ്ദേഹം അപാരണീയ തപശ്രിയ അളവറ്റ തപശക്തിയുടെ പ്രഭാവം കൊണ്ട് അനർഘ്യപരിച്ഛദേഷു അമൂല്യങ്ങളായിട്ടുള്ള ഉപകരണങ്ങളോട് കൂടിയിട്ടുള്ള ഗൃഹേഷു ഭവനങ്ങളിലും സൗഗന്ധിക കാനനേഷു സൗഗന്ധിക പുഷ്പങ്ങൾ അങ്ങനെ കാട് കെട്ടി നിൽക്കണ നാനാ ഉപവന അമലാംബ പല ഉദ്യാനങ്ങളിലും നല്ല ശുദ്ധമായിട്ടുള്ള ജലമുള്ള സരസ്സുകളിലും സ്വലംകൃത സ്ത്രീ പുരുഷേരും ഭംഗിയിൽ നല്ല വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ വൃത്യന്മാരും വൃത്യകളും അനുകായൽ ദ്വിജഭൃംഗ ബന്ധിഷു കൂടെ ഗാനം ചെയ്യുന്ന പക്ഷികളെ വണ്ടുകളെ ബന്ധികള് ഇവരോടും കൂടിയിട്ടുള്ള എങ്ങനെയാണ് വലിയ വലിയ ഉദ്യാനങ്ങളിൽ കൊട്ടാരങ്ങളിൽ മഹാരിഭ ശയ്യാസന വസ്ത്രഭൂഷണ സ്നാന അനുലേപ ആഭ്യവഹാര മാല്യകൈ നല്ല ആഡംബരപൂർണങ്ങളായിട്ടുള്ള മെത്തകള് ഇരിപ്പിടങ്ങള് വസ്ത്രഭൂഷണങ്ങള് നല്ല കളിക്കാനുള്ള സംവിധാനങ്ങള് കുളിക്കാനുള്ള സംവിധാനങ്ങൾ നല്ല കുറിക്കൂട്ടുകൾ ഭക്ഷണ സാധനങ്ങൾ പൂമാലകൾ ഇങ്ങനെ ദിവസേന അവരോട് ഒരുമിച്ച് രേമേ ആലോചിച്ച് വെറും ലൗകികമായിട്ടുള്ള വിഷയങ്ങളിൽ അങ്ങനെ ആനന്ദമത്തനായിട്ട് ഈ 50 പേരോടും കൂടി അങ്ങോട്ട് ഗാർഹസ്ഥ്യം അനുഭവിച്ചു എന്ന് പറയുകയാണ്. ആര് ബഹ്രുച സ ബഹു വേദവിജ്ഞായ ഋഗ്വേദ പാരംഗതനായിട്ടുള്ള അദ്ദേഹം യൽ ഗാർഹസ്ഥ്യം തു സംവീക്ഷ്യ സപ്തദ്വീപവരീപതി വിസ്മിത സ്തംഭമജഹാൽ സാർവഭൗമശ്രീയന്വിത. എന്തിനു പറയണു, തൻ്റെ ആ പത്നി മക്കളുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗൃഹസ്ഥാശ്രമത്തെ ഇങ്ങനെ കണ്ടിട്ട് ഈ മാന്ധാതാവ് കൂടിയിട്ട് ചക്രവർത്തിക്കൊത്തുള്ള തൻ്റെ ഐശ്വര്യ സമൃദ്ധിയുള്ള അദ്ദേഹം കൂടി ഉണ്ടല്ലോ, തൻ്റെ ഗർവത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു പറയുകയാണ്. ഇദ്ദേഹം എത്ര ശ്രേഷ്ഠനാണ്, ഇദ്ദേഹത്തിനോടല്ലേ ഞാനൊരു മകളെ തരില്ല എന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഗർവം പോയി എന്ന് പറയുകയാണ്. ഇനി ആലോചിച്ച് നോക്കുള്ളൂ. ഏവം ഗൃഹേഷു അഭിരതോ വിഷയാൻ വിവിധൈ സുഖൈ സേവമാനോ തു ചാതുഷ്യൽ ആജ്യസ്തോകൈവാനല. ഇങ്ങനെ 50 പെൺകുട്ടികളുമായിട്ട് അനവധി കാലം ഇങ്ങനെ സുഖമായി കഴിഞ്ഞിങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ മുഴുകിയിട്ട് ഗൃഹേഷു അഭിരത വിവിധൈ വിഷയാൻ ഏവം സുഖൈ സേവമാന വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ ഇപ്രകാരം നല്ല സുഖത്തോടുകൂടി അനുഭവിച്ചിരിക്കുന്ന സൗബരി ആജ്യസ്തോകൈ അനലൈവ. ഈ നെയ്ത്തു അതുപോലെ ആഗ്രഹങ്ങളെ നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിച്ചു കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. അതിനെയാണ് ആജ്യസ്തോകൈ അനലൈവ. നെയ്ത്തുള്ളികളെ കൊണ്ട് അഗ്നി എന്ന പോലെ എന്നുവെച്ചാൽ അതുഷ്യൽ എപ്പോഴെങ്കിലും തൃപ്തി വരുത്താൻ പറ്റുമോ?
ഉണ്ടാവില്ല. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തിക്കാളിക്കൊണ്ടിരിക്കുകയുള്ളത് പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഉപരതി വന്നു. സകദാചിൽ ഉപാസീന ആത്മാവന്നവമാത്മന ദദർശ ബഹുജാചാര്യോ മീനസംഗസമുദ്ധിതം. പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങോട്ടില്ലേ പശ്ചാത്താപം വന്നതാണ്. കഥാചിൽ ഒരവസരത്തിൽ ബഹുജാചാര്യസ വീണ്ടും അതന്നെ പറയാണ്. ഋഗ്വേദ പാരംഗതനായിട്ടുള്ള അദ്ദേഹം സ്വസ്ഥതയോടെ ഇരുന്നങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ആത്മന മീനസംഗസമുദ്ധിതം, തനിക്ക് ഈ ഒരു മത്സ്യത്തിൻ്റെ കാമചേഷ്ട കണ്ടിട്ടുണ്ടായിട്ടുള്ള തൻ്റെ ഈ ഇതില്ലേ ഉണ്ടായിട്ടുള്ള ഈ സ്വയം ആത്മാവൻ്റെ തൻ്റെ ഈ നാശത്തെ ദദർശ കണ്ടറിഞ്ഞ് ചെറിയൊരു മോഹം കണ്ണു. ആ മോഹം കണ്ട് വർദ്ധിച്ച് കാമായി വന്ന് വർദ്ധിച്ച് അല്ല ആ വിഷയാസക്തി വന്ന് വർദ്ധിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിനാശം എന്നുള്ള അവസ്ഥയിലേക്കില്ലേ, അതിങ്ങനെ ആലോചിച്ചത് അദ്ദേഹത്തിന് വിഷമം വന്ന് പശ്ചാത്തപിച്ചു എന്ന് പറയുകയാണ്. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിന സച്ചരിതം വ്രതസ്യ അന്തർജലേ വാരിചരപ്രസംഗാൽ പ്രത്യാവിരം ബ്രഹ്മ ചിരന്തൃതം യൽ. കഷ്ടം, എൻ്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുന്ന അദ്ദേഹം സ്വയം ലജ്ജിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട്. തപസ്വിന സച്ചരിത വ്രതസ്യ മേ ഇമം വിനാശം പശ്യത. നല്ല തപസ്വിയും അതുമാതിരി സദാചാര വ്രതമാക്കിയവനോ ആയിരുന്ന എൻ്റെ ഈ നാശം നോക്കിയാലെന്ന് പറയാണ്. ചിരന്തൃതം വളരെ കാലം ശീലിക്കപ്പെട്ടിരുന്ന ഇയൽ ഏതൊരു തപസ് അന്തർജലേ വാരിജല പ്രസംഗാൽ ആ ജലത്തിനുള്ളിലെ ആ ജലജീവികളുടെ സംസർഗം കൊണ്ട് പ്രത്യാവിധം തീരെ ചെതറിപ്പോയി, കഷ്ടായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. സംഘം ത്യജേത മിഥുനം പ്രതിനം മുമുക്ഷു സമാത്മനാ ന വിസൃജേൽ ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ത ഈശേ യുഞ്ചീത തൽവൃതിഷു സാധുരുചേൽ പ്രസംഗാ. മുമുക്ഷു മിഥുനം പ്രതിനാം സംഘം സർവാത്മനാ ത്യജേത. അതുകൊണ്ട് മോക്ഷാർത്ഥിയായിട്ടുള്ള ഒരുത്തൻ ഒരിക്കലും ദാമ്പത്യവർത്തം പുലർത്തുന്നവരുടെ കൂട്ടുകെട്ടിനെ എല്ലാവിധത്തിലും ഒഴിവാക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അത് കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന്. ഇന്ദ്രിയാണി ബഹി ന വിസൃജേൽ. ഇന്ദ്രിയങ്ങളെ ഒരിക്കലും പുറത്തേക്ക് വിടരുത്. ഏകാഗിയായി സഞ്ചരിച്ചുകൊണ്ട് രഹസി ഏകാന്തത്തിലിരുന്ന് ചിത്തം അനന്തേ ഈശേ മനസ്സിനെ അനന്തനായിട്ടുള്ള ജഗദീശ്വരനിൽ യോജിപ്പിക്കണം. പ്രസംഗാച്ചയിൽ കൂട്ടുകെട്ടിന് പോകണം എന്നുണ്ടെങ്കിൽ തദ്വൃതിക്കു ആ ഭഗവത് ഭക്തന്മാരായുള്ള സദ്വൃത്തിയിൽ നിഷ്ഠുള്ള സാധുക്കളോട് മാത്രമേ സംഘം ഉണ്ടാവാൻ പാടും അദ്ദേഹം തീരുമാനിച്ചു. തപസ്വ്യഹം അത് അംബസിമത്സ്യ സംഘാൽ പഞ്ചാശതാസമുത പഞ്ചസഹസ്രസർഗ നാന്തം വ്രജമ്യുഭയകൃത്യ മനോരഥാനം മായാഗുണൈർഹൃതമതി വിഷയർത്ഥഭാവ. എൻ്റെ ഒരു കഥയിൽ നോക്കിയാൽ മതി. അഹം ഏക അംബസി തപസ്വി ആസം. ഞാൻ ഒറ്റയ്ക്ക് ആ ജലത്തിനുള്ളിൽ ഏകാഗ്രമായിട്ട് തപസ് ചെയ്യുന്നവനായിരുന്നു. മത്സ്യങ്ങളുടെ സംസർഗം കൊണ്ട് അതാ പിന്നീട് 50 അതായത് 50 സ്ത്രീകളെ വിവാഹം കഴിച്ചില്ലേ, അതിൽ പിന്നെ 5 സഹസ്രസർഗ, അതിൽ നിന്ന് 5000 സൃഷ്ടിയോടുകൂടിയവനായും തീർന്നു എന്ന് പറയുകയാണ്. ഉഭയകൃത്യ മനോരഥാൻ. ഇങ്ങനെ ഇഹത്തിലും പരത്തിലുള്ള ലോകങ്ങൾക്ക് തന്നെ അഭിലാഷങ്ങളുടെ അന്തം ലക്ഷ്യത്തിലേക്ക് വ്രജാമി ഒരിക്കലും ചെന്നെത്തുന്നില്ല. മായാഗുണൈഹൃതമതി. ഇപ്രകാരം മായയുടെ ഗുണങ്ങളാൽ ആകൃഷ്ടനായിട്ട് ഈ വിഷയസുഖത്തിൽ പരമപുരുഷാർത്ഥം എന്നുള്ള ഭാവത്തിൽ വിചാരമായിട്ട് അങ്ങനെ ഇരുന്നു. ഇതുകൊണ്ട് ഒരിക്കലും മോക്ഷം ലഭിക്കില്ല എന്ന് തീർച്ചയായും അദ്ദേഹത്തിന്. ഏവം വസൻ ഗൃഹേ കാലം വിരക്തോ ന്യാസമാസ്ഥിത വനഞ്ചകാമാനുയയു തൽപത്ന്യ പതിദേവത. ഏവം ഗൃഹേ കാലം വസൻ. ഇങ്ങനെ ഇപ്രകാരം തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ വളരെ കാലം വസിച്ചുകൊണ്ട് വിരക്തത വൈരാഗ്യം വന്ന് സന്യാസം സ്വീകരിച്ച് വനം ജഗാമ കാട്ടിലേക്ക് പോയി. പതിദേവത ഭർത്താവിനെ ദേവനായി കാണാൻ അദ്ദേഹത്തിൻ്റെ പത്നിമാരും അദ്ദേഹത്തെ അനുഗമിച്ചു. തത്ര തപ്പുതോ തപസ്തീഷ്ണം ആത്മകർഷണമാൽ അവൻ സഹൈവ അഗ്നിവിരാത്മാനം യോജപരമാത്മനി. ആത്മവാൻ തത്ര ആത്മജ്ഞാനിയായിട്ടുള്ള അദ്ദേഹം ആ കാട്ടിൽ ചെന്ന് ആത്മകർഷണം തൻ്റെ ശരീരത്തെ ശോഷിപ്പിക്കുന്നതും തീക്ഷ്ണം അത്യുഗ്രവുമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ച് അഗ്നിവിസഹ അഗ്നികളോട് കൂടെ തന്നെ ആത്മാനം പരമാത്മനി യുയോജ. ജീവാത്മാവിനെ പരമാത്മാവിൽ അങ്ങോട്ട് യോജിപ്പിച്ചു എന്ന് പറയുകയാണ്.
അതായത് ത്രേതാഗ്നികളോടൊപ്പം ജീവാത്മാവിനെ പരമാത്മാവിൽ അങ്ങോട്ട് ലയിപ്പിച്ചിട്ട് മുക്തനായി. താ സ്വപത്യുർമഹാരാജ നിരീക്ഷ്യാധ്യാത്മീം ഗതിം അന്യീയു തൽപ്രഭാവേണ അഗ്നിം ശാന്തമിവാർച്ചിഷാ. ഈ പരീക്ഷത്തെ താ സ്വപത്യു ആധ്യാത്മികം ഗതിം നിരീക്ഷ്യ. അദ്ദേഹത്തിൻ്റെ പത്നിമാരാവട്ടെ തങ്ങളുടെ ഭർത്താവിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ആ ഗതിയെ കണ്ടിട്ട് ശാന്തം അഗ്നിം ആർച്ചിഷ ഇവ, ശാന്തമായിട്ടുള്ള അഗ്നിയെ ജ്വാലകൾ എന്ന പോലെ തൽപ്രഭാവേന അദ്ദേഹത്തിൻ്റെ തപപ്രഭാവത്താൽ അന്വയോ അദ്ദേഹത്തെ അനുഗമിച്ചു. അത് അദ്ദേഹത്തിൻ്റെ പത്നിമാരും തങ്ങളുടെ ആ ഭർത്താവിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഗതി കണ്ടിട്ട് അവരെല്ലാവരും ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു, അദ്ദേഹത്തെ അനുഗമിച്ചു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യം സംഹിതായാം നവമസ്കന്ധേ സൗപര്യാഖ്യാനേ ഷഷ്ഠോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.